ഹായ്, 2 ദിവസമായില്ലേ പൂരം കഴിഞ്ഞിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കയറിയിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ, നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ ഡാവ് കഴിഞ്ഞ കൊല്ലം പൂരം കഴിഞ്ഞപ്പോൾ അതേപോലെ ദാരിദ്ര്യം പിടിച്ചൊരു വീഡിയോ ഇട്ടല്ലോ എന്നുള്ളത്. ഇൻഫാക്ട് ഇറ്റ് ഈസ് എ ദാരിദ്ര്യം കൈൻഡ് ഓഫ് വീഡിയോ. ഇമോഷണലി ഞാൻ ബ്രേക്ക് ഡൗൺ ആവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിപ്പോൾ ഭയങ്കര ഒരു വീക്കായിട്ടുള്ളൊരു സ്റ്റേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നത്തിങ്, പൂരത്തിൻ്റെ സ്റ്റോറീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ഈ പ്രാവശ്യം പൂരം സ്റ്റോറീസ് എന്താണ് ഇടാഞ്ഞെന്ന് അത് കാണാത്തവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടവരൊക്കെ ഹൗസ് അമ്മ, ഹൗസ് എവറിത്തിങ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് എവർ, ഐ ജസ്റ്റ് കം വിത്ത് എ ക്ലാരിഫിക്കേഷൻ അല്ല. ബേസിക്കലി നമുക്കറിയാലോ, ഞാനൊരു ക്ലാരിഫിക്കേഷനും ഒരു പ്രൂവിങ്ങിനും യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും നിൽക്കാത്ത ഒരാളാണ് ഞാൻ. വെരി സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡാണ്. എപ്പോഴും തൃശ്ശൂരിനെ പൊക്കിപ്പിടിച്ച് തൃശ്ശൂർ എന്ന് എവിടെയും എല്ലായിടത്തും ഷൗട്ട് ഔട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. വെരി മച്ച്, ടു മച്ച്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഈ ബുക്കിലടക്കം നിങ്ങൾ നോക്കിയാൽ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൂട്ടാ. ഫുൾ ചാപ്റ്റേഴ്സിൽ എത്ര പ്രാവശ്യം തൃശ്ശൂർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ ലവ് ടുവേർഡ്സ് തൃശ്ശൂർ, ദാറ്റ്സ് ഓൾ, നത്തിങ് എൽസ്. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്താ പറയുക, ഒരു മോശമാണ്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ തൃശ്ശൂരിനെ പൊക്കി പറഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പോഴും പൊക്കി പറയുന്നു. പക്ഷെ ഈ പൂരം സിറ്റുവേഷനിൽ എനിക്കുണ്ടായൊരു സാഹചര്യം, ഞാൻ ഫേസ് ചെയ്തൊരു ഒരു സിറ്റുവേഷൻ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ, നത്തിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അത് നമുക്ക് സംഭവിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ആഘാതം അറിയുള്ളൂ. മറ്റുള്ളവർ ആംബുലൻസിൽ പോകണു, മറ്റുള്ളവർക്ക് വയ്യാണ്ട് പോകണു, തലയേറ്റുമ്പോൾ നമുക്കൊരു അയ്യോ പാവട്ട, എന്താ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അത് നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ പറ്റുമ്പോൾ നമ്മൾ ഓക്കെ. പൂരം നന്നായി പോകുന്നു. രാവിലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഞങ്ങളുടെ വീടിൻ്റെ വഴിയിൽ വരുന്നു. ഞങ്ങൾ പറ വയ്ക്കുന്നു, സ്വീകരിക്കുന്നു. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിടുത്തം വിട്ടപ്പോൾ 9:30-10 മണിയായിട്ടാണ്. കാരണം ചെമ്പുക്കാവ് പകുതി ഞങ്ങളുടെ അതിൽ കൂടെയല്ലേ പോവുക, പാലസ് റോഡിൽ കൂടെ. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആർഭാടാക്കിയല്ലോ ഞങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 11:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ, ഞാൻ, അമ്മ, അർജുൻ, അബി, രാഹുൽ, രവി, നെട്ടിശ്ശേരി എല്ലാവരും കൂടി ഞങ്ങൾ നേരെ പാർമേക്കാവിൽ വന്നു. അവിടെ ഭഗവതി പുറത്തേക്ക് ഇറങ്ങുക ഒരു 12-12:30 ആകുമ്പോഴാണ്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ പോയി പൂരക്കഞ്ഞി കുടിച്ചു. നോട്ട് ദ പോയിന്റ്, പൂരക്കഞ്ഞി കുടിച്ചു. നല്ലോണം കഴിച്ചോട്ടെ. ഞാൻ 2 പറടിച്ചു, അതായത് 2 സെറ്റ് കഴിച്ചു. കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ വണ്ടിനി വൈകിട്ടൊരു 9:30 അല്ലെങ്കിൽ 8:30 വരെ ഓടണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് ഷോർട്ടാക്കി പറയാട്ടോ. ഇറ്റ്സ് നോട്ട് എ പൂരം വീഡിയോ, ഇറ്റ്സ് ആ പൂരം സിറ്റുവേഷനിൽ എനിക്കുണ്ടായ ഒരു സാഹചര്യത്തെ ഞാൻ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞു. ഭഗവതി പുറത്തേക്ക് വന്നു. മേളം, അനിയേട്ടൻ, ആകെ ബഹളം, തിക്കും തിരക്ക്. ഇതൊക്കെ കഴിയുമ്പോൾ ഗ്യാപ്പിൽ നമ്മൾ നേരെ പാർമേക്കാവ് നേരെ ഞങ്ങൾ ബാക്കിൽ കൂടെ ഞങ്ങൾ ഇവിടെ കയറി, വടക്ക് നാലിൽ കയറി. എലഞ്ഞിത്തറയുടെ അവിടേക്ക് ഓൾറെഡി ഞങ്ങൾ സെറ്റായി. അമ്മ, ഞാൻ ഒക്കെ, ശ്രീധർ സ്വാമി വന്ന് ഉള്ളിൽ കയറി. പാർമേക്കാവുകാരിങ്ങനെ അവരവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ കയറ്റാനൊരു കൺഫ്യൂഷൻ. കാരണം നമ്മളെക്കാൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കയറ്റണോ, എന്തിനാ അവനെ കയറ്റേണ്ട ആവശ്യം എന്നുള്ള തോട്ടൊക്കെ ഉണ്ടായി കാണുമായിരിക്കും, എനിക്കറിയില്ല. വോട്ടെവർ, എന്നെ അമ്മയെ ഉള്ളിൽ കൊണ്ടുപോയത് ശ്രീധർ സ്വാമിയാണ്. അത് കഴിഞ്ഞ് എന്നെ ഉള്ളിൽ കയറ്റിയത് ഒരു പരിചയമില്ലാത്തൊരു പോലീസുകാരനാണ്. അയാൾ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കണ്ടേനെ. ഞാൻ പുറത്തായാലും ഒന്ന് കാണട്ടെ, എനിക്ക് അങ്ങനെ വരുന്നില്ല. എഗെയിൻ കമ്മിങ് ടു ദ പോയിന്റ്. ആ 3:45-4 മണിക്കൂർ എലഞ്ഞിത്ര മേളം കഴിയുന്നു. കഴിഞ്ഞ് അതിൻ്റെ ഉള്ള അത്ര നേരം നിൽക്കണുള്ളൂ. ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് അമ്മ അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഈ എലഞ്ഞിത്ര മേളം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കിടന്ന ഗ്യാപ്പിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ വീട്ടിൽ പോവാം, മതി, കുറേ നേരമായില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുടമാറ്റം കാണണമെന്ന്. അപ്പോൾ ഒന്നാമത് ആ തിരക്കിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടായിരിക്കെ. രണ്ടാമത് നോട്ട് ദ പോയിന്റ്, ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും, ഏത് രാവിലെ പൂരക്കഞ്ഞി കഴിച്ചതാ. 4-4:30 ആയി. അവിടുന്ന് പുറത്തേക്ക് തെക്കോട്ടിറക്കത്തിൻ്റെ അവിടേക്ക് നിൽക്കുന്നു.
പാറമേക്കാവ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി തിരുവമ്പാടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ തിക്കും തിരക്കും ബഹളമാകെ എക്സോസ്റ്റഡ് ആവണ ഒരു സാഹചര്യങ്ങൾ. എൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയി. നിങ്ങൾക്കറിയാലോ, ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് എല്ലായിടത്തേക്കും അമ്മയെ കൊണ്ടുപോകണതാണ്. ഇതൊന്നും അല്ല പറയാൻ വരണ കേട്ടോ. സബ്ജക്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റാ. ഏതാ കോളേജാവും അല്ലേ? വിമല കോളേജ്. ഓക്കെ. അപ്പം അങ്ങനെ അമ്മ ശരിക്കും പറഞ്ഞാൽ കുടമാറ്റത്തിന് ആനകളുടെ തൊട്ട് മുമ്പിൽ നിന്നിരുന്നത്. എന്നിട്ട് എനിക്ക് തന്നെ തോന്നി ഭയങ്കര തിരക്കാ, വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആനയുടെ ഇടയ്ക്കൂടെ ജസ്റ്റ് ബാക്കിലേക്ക് വിട്ടു. അപ്പം അമ്മ ബാക്കിൽ പോയി. അപ്പം ഞാൻ അവിടെ കുടമാറ്റം നടക്കുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്നുണ്ട്. സാധാരണ കുടമാറ്റം കഴിഞ്ഞ് മറ്റേ വെള്ളക്കൊടി വീശി കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം എന്താണാവോ സംതിങ്, എനിക്കെന്തോ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, അമ്മ എവിടെയാന്ന് നോക്കിയിട്ട് വരാമെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം, എന്താ അവിടെ സാഹചര്യം നോക്കിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ എലിഫൻസ് ബോർഡിലെ ആൾക്കാർ രാഹുൽ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ ആനയുടെ ഗ്യാപ്പിൽ കൂടെ ഞാനും ഇപ്പുറത്തേക്ക് കിടന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് ഗൂഗിൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ അമ്മയ്ക്ക് വയ്യ, വീട്ടിൽ കൊണ്ടുപോകണം, തീരെ വയ്യ, നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരെ പറന്നു ചെന്ന് നോക്കുന്നു. അമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ കണ്ട വെച്ച് അങ്ങനെ പിടിച്ചു. അപ്പോൾ എന്താ പറ്റേ, കാലുവേനയാണോ ചോദിച്ചപ്പോൾ കാലുവേനയല്ല, എനിക്ക് വയ്യാണ്ടേ ഓണൂടാ, എനിക്ക് തല ചുറ്റണമെന്ന് പറഞ്ഞു. എൻ്റെ കിളി പോയി തുടങ്ങിയിട്ടാ. അപ്പം ഞാൻ എന്ത് പറ്റി, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇതാവണ്ടിടാ. അപ്പം ഞാൻ വെള്ളം കൊടുത്തു. പിന്നെ ഇങ്ങനെ നിൽക്കണ ഗ്യാപ്പിൽ എന്ന് വെച്ചൊരു പോക്ക പോയി. എൻ്റെ മോനെ, ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഫ്രെയിം കണ്ടിട്ടില്ലല്ലോ. എന്ന് വെച്ച് ഇങ്ങനെ ഒരു പോക്ക പോയിട്ടാ. അപ്പം ഞാൻ അപ്പോഴേക്കും അവിടെ സൈഡിൽ നിൽക്കണ പോലീസുകാർ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ചേട്ടാ സ്ട്രെച്ചർ വേണം, ആംബുലൻസ് പറയണം എന്ന് പറഞ്ഞു. അപ്പം 2-3 പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ഞാൻ പറയണേ, ഈ എല്ലാ സംവിധാനവും തൃശ്ശൂർ ടൗണിലുണ്ടെങ്കിലും എനിക്ക് അന്നൊരു സംവിധാനവും ഉപകാരത്തിൽ വന്നില്ല. ഞാൻ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ പറയാൻ എൻ്റെ കാരണം കേട്ടാ. എല്ലാ സംവിധാനവും ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്ററും പോലീസും എല്ലാവരും പറഞ്ഞു നമ്മളെല്ലാ സജ്ജീകരണങ്ങളോടെ തൃശ്ശൂർ പൂരത്തിനെ വരവേൽക്കുക എന്നുള്ളത്. ഒരു തേങ്ങയില്ലായിരുന്നു. സംഗതി ആക്ടുകാരെ അപ്പുറത്തും ഇപ്പുറത്തും ആംബുലൻസ് പോണ പോലെ ഓടലും പിടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ നേരത്ത് ഇവരാരും വന്നില്ല. ടോക്കി പിടിച്ച ആൾക്കാർ വണ്ടി പറയൂ, ആംബുലൻസ് പറയൂ, സ്ട്രെച്ചർ കൊണ്ടൊരു ഒരാൾ പോലും ഒന്നുമില്ല പറയാൻ. എവിടെ ആൾക്കാരൊക്കെ പോയേ? തെക്കേ ഗോപുരത്തിൽ പോലീസുകാർ നിൽക്കണ്ടായിരുന്നു, ഒരു സ്കൂൾ പോലീസുകാർ നിൽക്കണ്ടായിരുന്നു, ഒരാളും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് ആംബുലൻസ് പറയോ സാർ, ഒരു ആംബുലൻസ് പറയോ. അതായത് അമ്മ കംപ്ലീറ്റ്ലി കോൺഷ്യസ്നെസ് പോയിട്ട് എൻ്റെ കയ്യിൽ കിടക്കുക കേട്ടാ. എനിക്ക് ആ വെയിറ്റ് താങ്ങുന്നില്ല, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഞാനും ഡൗൺ ആവുക. കാരണം ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മയെ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കിടന്നു പോയിട്ടില്ലല്ലോ. അപ്പൊ എനിക്കും പറ്റുന്നില്ല അത് ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെ ഈ തെക്കേ ഗോപുരത്തിലെ കൊടകൾ വെച്ചതിന്റെ സൈഡിൽ കൂടെ പുറത്തേക്ക് കിടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ലോക്ക്ഡാ. ആൾക്കാർ കിടക്കാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. സ്ട്രെച്ചർ ആ ഭാഗത്ത് എവിടെയും സ്ട്രെച്ചർ ഇല്ല. ആംബുലൻസ് താഴെയാണ്. കുടമാറ്റം കഴിയണമെങ്കിൽ ഇനി 1.5-2 മണിക്കൂറുണ്ട്. എൻ്റെ കിളിയും എൻ്റെ കിളിക്കൂടൊക്കെ പോയി. ഞാൻ ആലോചിച്ചു, ഞാൻ ആ സാഹചര്യത്തിൽ നിസ്സഹായസ്ഥയിൽ എത്തി. ഞാൻ എല്ലാം ഉള്ളതാ. എനിക്ക് ആ സിറ്റുവേഷനിൽ എല്ലാം പറ്റണ ഒരാളാ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നുമില്ല, വട്ടപൂജ എന്നുള്ളൊരു ലുക്ക് വന്നു. തെക്കേ ഗോപുരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ പിടിച്ച് ഏതോ ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു, ആരാന്ന് പോലും അറിയില്ല. അവൻ വന്നിങ്ങനെ പിടിച്ചു. അവൻ അമ്മയ്ക്ക് ഇങ്ങനെ വീശി കൊടുക്കണ്ടായിരുന്നു, വെള്ളം കൊടുക്കണ്ടായിരുന്നൊക്കെ ആ പയ്യനാട്ടോ. എനിക്ക് അവൻ ആരാന്ന് പോലും അറിയില്ല. ചിലപ്പോൾ മുകളിൽ നിന്ന് വന്നതായിരിക്കാം നേരത്തേക്ക്. ഞാനതാ പറയാൻ വരണേ. തെക്കേ ഗോപുരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, ഉള്ളിൽ പൂജ നടക്കുക, തുറക്കാൻ പറ്റില്ല, കലശാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് തുറക്കുക ചേട്ടാ, തലയിട്ട് വീണു, ഒന്ന് തുറക്കൂ എന്ന് ചോദിച്ചു. എന്നാൽ അപ്പുറത്ത് നിൽക്കണ കിഴങ്ങൻ
പോലീസുകാരനൊന്ന് പറയാം, വാല് ഓർക്കണോ, ഒരാൾ തലയിട്ട് കേൾക്കുമ്പോഴാണോ ഒന്ന് ചോദിച്ചില്ല. അവരിൽ walkie talkie ഉണ്ട്, എന്നാൽ അവരൊന്ന് പറയാ, ഏതെങ്കിലും ആംബുലൻസോ സ്ട്രെച്ചറോ എന്തെങ്കിലും ഹെൽത്തിൻ്റെ ആൾക്കാരെ കൊണ്ടൊന്ന് ഒന്ന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാമെന്ന് പറയണ്ടേ. നമ്മൾക്ക് ആ സിറ്റുവേഷനിൽ ഞാൻ ആകെ പാനിക്ഡായി, ലോസ്റ്റായി. ഞാൻ കട്ട് എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് കട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് ഒറ്റയ്ക്ക് പോകുന്നൊരു സാഹചര്യം വരെ കണ്ടു. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവുന്നത്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു മൊമെൻ്റൊക്കെ കണ്ടു. ഞാൻ ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ വലിയ പെയിൻ ആ ഒരു മൊമെന്റിൽ ഞാൻ അനുഭവിച്ചു. അങ്ങനെ ഒരാള് വരണം, സന്തോഷേട്ടൻ, നെട്ടിശ്ശേരിയുള്ള നമ്മുടെ രാഹുലിന്റെ അമ്മയുടെ അനിയനാ. ഇയാളുടെ സൗണ്ട് ഞാൻ എവിടെയോ കേൾക്കണ്. അമ്മ ഞാൻ അങ്ങനെ കയ്യിൽ പിടിച്ച് വെക്കുമ്പോ ഫുൾ കണ്ണൊക്കെ മുകളിലേക്ക് വിട്ട് പോയി കംപ്ലീറ്റ്ലി പോയി. വിളിച്ചാൽ പോലും വിളി കേൾക്കാത്ത സാഹചര്യത്തിൽ കിടക്കുക. അപ്പൊ സെക്യൂരിറ്റി നിൽക്കണം. ഞാൻ ഇയാളുടെ കാലും സൗണ്ടും കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഗോപുരത്തിന്റെ പുറത്ത് ഞാൻ നിൽക്കണു, അവരുള്ളിൽ നിൽക്കണു. ഞാൻ അങ്ങനെ സന്തോഷേട്ടാ, ഞാനാ ശരത്താ, അമ്മ വീണു, സന്തോഷേട്ടാ ഒന്ന് തുറക്കാൻ പറയെന്ന് പറഞ്ഞു. അപ്പൊ ആരാത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ പോലീസുകാരെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് മാറ്റി, ശരത്ത എന്താ പറ്റിയ, ഗീതമോന് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ തലയിട്ട് വീണു. സെക്യൂരിറ്റിയോട് തുറക്കാൻ പറഞ്ഞപ്പോ സെക്യൂരിറ്റിയോട് തുറക്കാൻ പറഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞ് പൂജ, തന്റെ പൂജ വാതിൽ തുറക്കണോ, ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇയാളെ എനിക്കില്ലേ, ഇയാള് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ? ഞാൻ ജീവിതത്തിൽ സത്യം പറഞ്ഞ രാഹുലൊക്കെ പറഞ്ഞത് കേട്ട് വെച്ചിട്ട് ഇയാളൊരു ചൂടനും, ഇയാള് ഫുൾ ടൈം കലിപ്പും, ഇയാള് ആകെ തിക്കും തിരക്കുണ്ടാക്കുന്ന ഒരാളായ കാരണം നമ്മൾ വലിയ നല്ലവനൊക്കെയാണ്, പക്ഷെ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, നമ്മൾ എത്ര ചെറിയ ആളായാലും നാളെ നമുക്ക് എന്ത് സഹായം ആരാ ചെയ്യാന്ന് നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരാളെയും നമ്മൾ ജീവിതത്തിൽ വില വെക്കാതിരിക്കരുത്. അത് പഠിച്ചു കൊടുക്കും. ഞാനായ കാരണം, സന്തോഷേട്ടൻ അവിടെ വന്ന കാരണം, ആ വാതില്, ആ തെക്കേ ഗോപുര നട എനിക്ക് വേണ്ടി തുറന്നു. അത് വടക്കുന്നതെന്ന് ഉറപ്പിച്ചതാ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ പുറത്തിരുന്ന് മരിച്ചു. സത്യം 563 ദിവസം കണ്ടിന്യൂസ് പോയേ വടക്കുന്നാലേ തൃപ്പാക്കി 563 ദിവസം കണ്ടിന്യൂസ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വടക്കുന്നാഥൻ കൈവിടില്ല എന്നുള്ള എൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. റൈറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാനാ. അല്ലെങ്കിൽ ആ വാതിൽ തുറക്കൂ. എന്തിനാ അമ്മാവൻ, സന്തോഷേട്ടൻ ഇവിടെ വരെ വരേണ്ട കാര്യം? അയാളെ നമ്മൾ അമ്മാവൻ എന്ന് വിളിക്കുക, ഈ രാഹുലിന്റെ അമ്മാവനായ കാരണം. അയാൾ റോട്ട് വീലർ പോലിച്ചുള്ളനാ, ജാതി ഓ എന്ന് പറഞ്ഞിട്ട് നിൽക്കണ ഒരാളാ. ആ സാഹചര്യത്തിൽ അയാൾ വന്നില്ലെങ്കിൽ തൃശ്ശൂർ പൂരം പോലും ഞാൻ വെറുത്തു പോയനെ. ഞാൻ അങ്ങനെ ആലോചിക്കുക, അയാൾ അവിടെ വരാനും ആ വാതിൽ തുറന്നു തരാനും വടക്കുന്നാഥൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ. കല്ലൊന്നല്ല ഉള്ളില്, ശരിക്കും ആളുണ്ട്. ഞാൻ കണ്ടതാ, ഞാൻ സാക്ഷി. ആ ഡോറ് തുറന്നു തന്നത്, അപ്പോഴേക്കും അയാള് ആളുടെ അമ്മയൊക്കെ മറ്റേ വയസ്സായ കാലത്ത് ഹാൻഡിൽ ചെയ്ത് ശീലമുള്ള കാരണേ വന്ന വശം കയ്യിൽ പിടിച്ച് നടത്തി അങ്ങോട്ട് കൊണ്ടുപോയി ആ ഗോപുരത്തിന്റെ ഉള്ളിൽ കിടന്നിട്ട് അവിടെ കിടത്തി. മുഖത്ത് വെള്ളം ഒഴിച്ചു, കാല് ഒഴിഞ്ഞു കൊടുത്തു, വീൽ ചെയർ കൊണ്ടുവരാൻ പറഞ്ഞു. വീൽ ചെയർ അവിടെ ഏതോ ഒരു പയ്യനായിരുന്നു. അപ്പൊ ഇപ്പൊ വേണോന്ന് ചോദിച്ചപ്പോ അപ്പളേക്ക് ആള് ചൂടായി. പിന്നെ അല്ലാണ്ട് ഇപ്പളേക്കാളുണ്ട്, പിന്നെ എപ്പളേക്കണ്ട അതെന്ന് വെച്ചാൽ ആൾക്ക് അമ്മ എത്രയും പെട്ടെന്ന് വീൽ ചെയറിൽ അപ്പുറത്തേക്ക് എത്തിക്കണം. അതാണ് ആളുടെ TG. അങ്ങനെ അവിടെ എത്തി. ആക്ച്വലി സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്തു. കാരണം ഈ വീൽ ചെയർ കൊണ്ടുവന്നോൻ കൂട്ടത്തിൽ ORS കൊണ്ടുവന്നു. അവിടെ കൃഷ്ണേട്ടൻ, അനിലേട്ടൻ, അങ്ങനെ 2-3 പേര് അപ്പളേക്കും വന്നു കേട്ടോ. ദേവസ്വത്തിലെ ആൾക്കാരൊക്കെ വന്ന്, അവർക്കൊന്നും പ്രശ്നമില്ല, പൂജയാണ്, ശുദ്ധിയാണ്, പുണ്യമാണ്, അവരൊന്നും പറഞ്ഞില്ല. ഗേറ്റ് ഇരുത്തി, അവിടെ ഇരുത്തി, കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ റബ്ബ് ചെയ്തു, വെള്ളം കൊടുത്തു, ORS കുടിച്ചൊരു 3 മിനിറ്റില് സ്റ്റഡി. 3 മിനിറ്റിൽ അമ്മ ഇൻറ്റു. അപ്പൊ ബേസിക്കലി രാവിലെ 11:30 കഴിച്ച പൂരക്കഞ്ചി
കഴിച്ചിട്ട്. അവിടെയാണ് പാളി. എൻ്റെ മിസ്റ്റേക്കാ. നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ബാഗും ഒരു വെള്ളം കുപ്പിയും, വെള്ളമൊക്കെ നമുക്ക് പിന്നെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു, വെള്ളം കുപ്പിയും, പിന്നെ ലൈക്ക് എന്താ പറയാ, എന്തെങ്കിലും കഴിക്കാൻ കയ്യിൽ വേണമായിരുന്നു, എന്തെങ്കിലും ചെറുത് സംതിങ്, ഒരു പഴമോ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി ബാറെങ്കിലും വേണമായിരുന്നു. അതൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ആക്ച്വലി അമ്മ എനിട്ടിരുന്നു, എല്ലാവരുടെ അടുത്തും താങ്ക്സ് ഒക്കെ പറഞ്ഞു, പിന്നെ റെഡിയായി. കഴിഞ്ഞ കുടമാറ്റം പുറത്തേക്ക് പോയാലോ എന്ന് വരെ ചോദിച്ചു. ആ സിറ്റുവേഷൻ നമ്മൾ അവിടെ തരണം ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ഇതിന് നമ്മള് വടക്കുന്നാഥൻ പറഞ്ഞയച്ച എല്ലാവരും ഒരു 4-5 പേര് ആ ഭാഗത്തുണ്ടായിരുന്നു. അവരോടൊക്കെ നന്ദി പറഞ്ഞാൽ പോരാ, അതിനും വലുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ആ വീൽ ചെയറിൽ കൊണ്ടുപോയി നേരെ പുറത്ത് ദയയുടെ എമർജൻസി ഹെൽത്ത് യൂണിറ്റ് ഉണ്ടായിരുന്നു, നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒക്കെ കൊടുത്തു, സ്റ്റഡിയായി അമ്മയ്ക്ക്. പിന്നെ അവിടുന്ന് ഒരു പ്രശ്നമില്ല, ഓൾ ക്ലിയർ, എല്ലാ എന്താ പറയുക, എവറിത്തിങ് അണ്ടർ കൺട്രോൾ. പിന്നെ കുറച്ച് ബേൽപൂരിയും സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളി വന്ന് സ്റ്റഡിയാക്കി. അവിടുത്തെ ഹെൽത്ത് കെയറുള്ള ചേച്ചിമാർ, ചേട്ടന്മാർ, ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ ഹെൽപ്ഫുൾ. ഒരു പ്രശ്നമില്ല, ഒരു ഡ്രിപ്പ് പോലും ഇടേണ്ട ആവശ്യമില്ല. ഷുഗർ ഒന്ന് ലോ ആയതാ, ഷുഗർ ടെസ്റ്റ് ചെയ്തു, പ്രഷർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഷുഗർ ഒന്ന് ലോ ആയതാ, അതൊന്നും കഴിക്കാത്തതുകൊണ്ടാണ്, വേറെ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ സുഖമായിട്ട് ഇനി പൂരം കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടുന്ന് ORS അടിച്ചില്ലേ, ORS അടിച്ചതിന് ശേഷം തിങ്സ് വാസ് നോർമൽ. ആക്ച്വലി അവിടുന്ന് അങ്ങോട്ട് സ്റ്റഡിയായി. ഇനി പറയുന്നത് കുറച്ച് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ തിങ്സ് ആട്ടാ. അതിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതും കൂടിയും പറയാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. ഇതിവിടെ പറയേണ്ട കാര്യമുള്ളതല്ല. ബട്ട് സ്റ്റിൽ ചിലവർക്ക് നമ്മൾ അങ്ങനെ ചില രീതികളിൽ മറുപടി കൊടുക്കും. അത് ഇൻഡിവിജ്വലി ഒരാളോട് പറയേണ്ട കാര്യമാണ്, പക്ഷെ അത് നമ്മളിവിടെ എല്ലാവരോടും കൂടി പറയാം. അതായത് അവിടുന്ന് തെക്കേഗോപുരത്ത് ഇരുന്ന് ORS അടിച്ച് ഒരു 5 മിനിറ്റിൽ അമ്മ സ്റ്റഡിയായി, ബാക്ക് ടു കംപ്ലീറ്റ്ലി കൺട്രോളായി. അത്ര നേരം കയ്യിൽ ബോധം കെട്ട് കിടന്നിരുന്ന ആള് എന്നേക്കാൾ എനർജിയിൽ തിരിച്ചെനിറ്റു. അപ്പൊ അവിടുന്ന് പോകുമ്പോ ഈ വീൽ ചെയറിൽ കൊണ്ടുപോണത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിരുന്നു, അമ്മാവൻ കൊണ്ടുപോണത്. ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണെന്നും, അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും പിക്ചറിലോ, ഇപ്പോൾ നമ്മളൊരു കഥ എഴുതിയിടണേക്കാൾ എളുപ്പമാണ് ഒരു പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ആ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി എടുത്തതായിരിക്കാം. പിന്നീട് എൻ്റെ ഒരു സാഹചര്യം എനിക്കത് അങ്ങനെ പറയണമെന്ന് തോന്നിയോണ്ട് ഞാനത് പോസ്റ്റ് ഇട്ടുമായിരിക്കാം. ഡിപ്പെൻസ്, വാട്ട് എവർ. ഞാനത് എനിക്കറിയാം അമ്മ ബാക്ക് ടു നോർമലായി, അമ്മ ബാക്ക് ടു കൺട്രോൾ ആയി, ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ്ലി ഫൈൻ ആയി എന്നുള്ളത് എനിക്കറിയാം. ആ സാഹചര്യം അങ്ങനെ ഫൈൻ ആയതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ നേരത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റും, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ലായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ബാലിയിൽ പോയിട്ട് വിജു മോളിൽ നിന്ന് കെട്ടിമറിഞ്ഞ് വീണു സ്കൂട്ടറിന് ഒരു പാടത്തേക്ക്. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തേക്കായിരുന്നു. എന്താ പറയാ, ആ നേരത്തെ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാനില്ല. കാരണം ഒരു കുഴിയിലാണ് വീണ് കിടക്കണേ, എനിക്ക് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറ്റില്ല. അതിന് കറക്റ്റ് അവിടുത്തെ അതിന്റെ സെക്യൂരിറ്റീസും ആ പണി അറിയാവുന്നവരും താഴേക്ക് പോയിട്ടുണ്ട്. ഞാനും കൂടി കൊക്കയിലേക്ക് ചാടിയിട്ട് ഞാനും കൂടിയും ചാവണ്ടല്ലോ. പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, രാഹുലിന്റെ അടുത്ത്, നമ്മുടെ നെട്ടിശ്ശേരിയുടെ അടുത്ത് എങ്ങനെ അവന് ആ സാഹചര്യത്തിൽ വീഡിയോ എടുക്കാൻ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ ആ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലായി, അമ്മ ബാക്ക് ടു നോർമലായി, അമ്മ വെരി കൂളായി. അമ്മ എനിക്ക് നിന്നതാ, വീൽ ചെയറിൽ പോകണ്ട, നടന്നു പോവാന്ന് പറഞ്ഞതാ. പിന്നെ സന്തോഷേട്ടനും കൃഷ്ണേട്ടനും കൂടി നിർബന്ധിച്ചിട്ട് വീൽ ചെയറിൽ എത്തിയതാ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ സാഹചര്യം ഈ ചോദിക്കുന്ന പറ്റിക്ക് അറിയില്ലല്ലോ എന്തിലാണ് നമ്മൾ പോണത്, നമ്മളത് ഓക്കെ ആയിട്ടാണോ എടുത്തത് അല്ലാതെയാണോ എടുത്തത്, അവർക്ക് അറിയില്ല അതിനെ കുറിച്ച്. സോ ഐ ഡോണ്ട് മൈൻഡ്. രാഹുലിന്റെ അടുത്ത് 2 പേരും എനിക്ക് ആരാൾക്കാരെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഇറ്റ്സ് ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ ആക്ച്വലി. പക്ഷെ എന്നാലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു ചൊറിച്ചിൽ മാറില്ല, അത് കാരണം. അപ്പൊ അവര് ആ ഡാവ് അമ്മ അങ്ങനെ ചെയറിലിരിക്കുന്ന നേരത്തെ എങ്ങനെ സ്റ്റൈൽക്ക് വീഡിയോ എടുത്തോന്ന് തോന്നി. പിന്നെ ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ അമ്മയ്ക്ക് ഇങ്ങനെ പറ്റി എന്നുള്ളത് ആ നേരത്ത് കഥയാക്കി എഴുതിയിടാനിരിക്കണോ? വെരി സിമ്പിളാണ് ഫാമിലി ഗ്രൂപ്പിലേക്ക് എനിക്ക് ആ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സാഹചര്യം തരണം ചെയ്ത് കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത്. ഇതേപോലെ എൻ്റെ ഫ്രണ്ട് കൂട്ടിച്ചേർത്ത് ഞാൻ ഈ കഴിഞ്ഞ കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക് ആ ഒരു
സിറ്റുവേഷനിൽ മാർച്ചിൽ 9th സംതിങ്ങിന് ഞാൻ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തും ഇതേപോലെ എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ചോദിക്കുക, എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയെന്ന് ചോദിച്ചു. അത് നമ്മൾ ചെന്ന പാനിക് സിറ്റുവേഷനിലല്ല, അത് ആ സിറ്റുവേഷൻ മാറി. നിങ്ങളൊരാളെ വളരെ എന്താ പറയുക, ആൾ അഡ്മിറ്റായി എക്സിറ്റ് ചെയ്യണ വരെ സെയിം സിറ്റുവേഷനിലാണോ? അല്ല, നമ്മളവിടെ അഡ്മിറ്റായി, നമ്മളവിടെ മരുന്ന് കയറി, നമ്മളവിടെ സാഹചര്യം നോർമലായതിനു ശേഷം ചിലപ്പോൾ നമ്മൾ അതിന് മുമ്പേ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അയക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ, ഞാൻ എൻ്റെ ചേട്ടന് മെസ്സേജ് അയച്ചത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാ, ഐ മീൻ ഫോട്ടോ അയക്കുന്നതാ. അപ്പോഴവൻ എന്നെ വിളിച്ചത്, കാരണം ഞാൻ ആദ്യം വിളിക്കുമ്പോൾ കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ ഇറ്റ്സ് ഓൾ സാഹചര്യം അല്ലേ. നമ്മളെന്തിനാ അവനെന്തിനാ ആ നേരത്തെ അങ്ങനെ ചെയ്യണേ? എന്തിനാ നിങ്ങൾ അങ്ങനെ ആലോചിക്കണേ? അതാ നേരത്തെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. കുട്ടിച്ചേരത്തിൻ്റെ അടുത്ത് വളരെ ഇതായിട്ട് ചോദിച്ചു, ആളിങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഫോട്ടോ? എനിക്ക് പറ്റി സഹോദരി, എനിക്ക് ആ നേരത്തെ അങ്ങനെ സാധിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എല്ലാം കൂളായി. ഞാൻ ഫോണിൽ, എൻ്റെ കയ്യിൽ ഫോൺ അവർ തിരിച്ച് തന്ന ഗ്യാപ്പിൽ ഞാൻ പിക്ചർ എടുത്തു. ഐ ഹാവ് ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് ഡാർക്ക് മെമ്മറീസ് ഇൻ മൈ ലൈഫ് അല്ലേ. ഞാനിപ്പോഴും എൻ്റെ ആ ചെസ്റ്റിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ബീറ്റിൻ്റെ സാധനമല്ലേ, അത് ഞാൻ എൻ്റെ ഇപ്പോഴും എൻ്റെ മിറർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ എനിക്കിപ്പോൾ കാണാൻ, യു ആർ സ്ട്രോങ് നൗ, യു ആർ ഓക്കെ നൗ. അപ്പോൾ ഡോണ്ട് എന്താ പറയുക, ഒരാളങ്ങനെ ചെയറിൽ കൊണ്ടുപോകണത് എങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി? അത് ആ സിറ്റുവേഷൻ കൺട്രോൾഡായി സഹോദര. അതങ്ങനെ ഈസിയായി. ഞാൻ ആ നേരത്ത് എൻ്റെ ഫാമിലി എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ വി ഹാവ് എ ഫാമിലി ഗ്രൂപ്പ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. പിന്നെ അവര് അത് കഴിഞ്ഞ് ഫ്രീ ആവും പറഞ്ഞാൽ മതി. കുറെ പേരുണ്ടെന്ന് എന്ത് ചെയ്താലും അതിലെ പൊട്ട മാത്രം എടുത്ത് കാണുന്നു എന്നുള്ള കുറച്ച് പേരുണ്ട്. എനിക്ക് ആൾക്കാരെയൊക്കെ വ്യക്തമായിട്ട് അറിയാട്ടോ. പിന്നെ നമ്മളൊരു പേര് പറഞ്ഞ ഓരോരുത്തരെ ഹേർട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച. അപ്പോൾ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ എൻ്റെ ഒരു 2004-05 ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വെടിക്കെട്ടിനും പോവാതിരിക്കും. കുടമാറ്റം കഴിഞ്ഞ് ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. പിന്നെ ഞാൻ പുറത്തു പോയില്ല. വെടിക്കെട്ട് ഞാൻ വീട്ടിൽ നിന്ന് കണ്ടു. മേ ബി ആദ്യമായിട്ടാണ് ഞാൻ എത്ര കാലം, ഒരു 2005 ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വെടിക്കെട്ട് കാണാൻ പോവാതിരിക്കുന്നത്. എനിക്കെന്തോ ഭയങ്കര ആക്ച്വലി അമ്മ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫൈനാ. പക്ഷെ എനിക്കങ്ങനെ സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല, ഇത്രേ സംഭവിച്ചുള്ളൂ. പക്ഷെ ആ ഒരു സിറ്റുവേഷനെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഡാർക്കായി പോയി. എന്താണെന്നറിയില്ല. ഇപ്പം ഈ ഇടയായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കാണ്. മറ്റേ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, കല്ലും കട്ട പോലെ സാധനമായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ ഈ ഇടയായിട്ട് ഭയങ്കര ഒരു ലോ ആവുന്നു, ഭയങ്കര ഇതാവുന്നു. ബട്ട് മേ ബി ശരിയാവുമായിരിക്കും. വയസ്സാവും തോറും സ്ട്രോങ് ആവുക വേണ്ട, പക്ഷെ ഞാൻ ചെറുതാവുക ചെയ്യണേ. അമ്മ പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി പോവാൻ നിൽക്കണ നേരത്തൊക്കെ പറഞ്ഞു പോവാം, ഞാൻ റെഡിയാ. പക്ഷെ എനിക്ക് ആ വെയിലത്തേക്കും ഇതിലേക്ക് പിന്നെയും കൊണ്ടുപോകാനൊരു വൈക്ലഭ്യം കൊണ്ടുപോയില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം വാസ് നോട്ട് ഗുഡ് ഫോർ മീ. പക്ഷെ ഒരു വലിയ പ്രശ്നങ്ങളും കേടുപാടുകളും മഴയും ഇതൊന്നും ഇല്ലാണ്ട് ആനയൊന്ന് തെറ്റിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളില്ല എന്ന് കേട്ടു. ആകെ എന്നാലും വലിയ ഇതുകളില്ലാണ്ട പരിപാടി തീർന്നു. ഇതൊന്ന് പറയണം എന്ന് തോന്നി. ഇതിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനും ആരെയും ഹേർട്ട് ചെയ്യാനും, ഇത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും ഇത് തന്നെയാണല്ലോ ഉദ്ദേശിച്ചതെന്നുള്ളത്. ആ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നു. ഞാൻ ആ വീഡിയോ എടുത്തു. അത് പിന്നീട് ഞാനതൊരു സ്റ്റോറിയാക്കി പോസ്റ്റ് ഇട്ടു. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാടാ ഡാവിന് ഈ നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റി? നേരത്തെ പറ്റിയിട്ട നമുക്ക് പറ്റും, നമുക്ക് പറ്റണോണ്ടല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കണേ അല്ലേ. അതുപോലെ പൂരത്തിന് ഇവാക്യുവേഷൻ എന്നുള്ള സംഗതി കുറച്ചും കൂടി നമ്മൾ ടൈറ്റ് ആക്കാൻ പറ്റണം. പോലീസിനും ഗവൺമെൻറ്റിനും. ആക്ടുകാരൊക്കെ ഡൺ ഗ്രേറ്റ് ജോബ് കേട്ടോ. ആക്ടുകാർ പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി പിരിയണോടത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കലെ ഒരു 10 പേര് തലയിട്ട് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അപ്പളേക്കും പി പി വിളിക്കലും വണ്ടിയിൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോകലും പിടിക്കലും നേരെ മറ്റേ ദയയുടെ എമർജൻസി പോയിന്റിലേക്ക് കൊണ്ടുപോകലും ഒക്കെ നടക്കണ്ട അവിടെ. പക്ഷെ എനിക്ക് ആ നേരത്ത് കിട്ടിയില്ല. അതെൻ്റെ എനിക്ക് റിയലൈസേഷൻ തരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. അവിടെ
വടക്കുന്നാഥൻ ഞാൻ ഉണ്ടറാ നിന്റെ കൂടെ, നീ പേടിക്കല്ല ഇങ്ങനെ, ഞാൻ ഇല്ലേ എന്ന് പറഞ്ഞൊരു പോയിന്റ് അത്. കാരണം അല്ലെങ്കിൽ ആ നട തുറക്കില്ലായിരുന്നു, സ്ട്രെച്ചർ ഇല്ലായിരുന്നു. ആംബുലൻസ് വരണമെങ്കിൽ 1.5 മണിക്കൂർ കൂടി കുടമാറ്റം കഴിയാനുണ്ടായിരുന്നു. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. കോർപ്പറേഷൻ ഹാസ് ഡൺ ഗ്രേറ്റ് ജോബ്സ് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഈ കുടമാറ്റത്തിന്റെ ആ ഏരിയയിൽ ആംബുലൻസ് താഴെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാം, നിന്നോട് ആരാ അമ്മയും കൊണ്ട് ആ സാഹചര്യത്തിലേക്ക് പോകാൻ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, എല്ലാവർക്കും തോന്നാം. സഹോദര, ഇത് അമ്മയ്ക്ക് മാത്രമല്ലല്ലോ പറ്റുക, അവിടെ നിൽക്കുന്ന വയസ്സായ ആൾക്കാർക്ക് പറ്റില്ലേ? നമ്മുടെ കൂട്ടത്തിൽ അർജുന്റെ ഫ്രണ്ട് രോഹിത് മുരളി എന്ന് പറഞ്ഞൊരു പയ്യൻ, ചെറിയ പയ്യൻ, 10-21 വയസ്സുള്ളൂ, തലയേറ്റി വീണല്ലോ. ഇത് ആർക്ക് വേണേ സംഭവിക്കാം. ഇത് എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എനിക്ക് വരെ സംഭവിക്കാലോ. ഇത് ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. രാഹുലിന് കണ്ണിലാകെ ഇരുട്ട് കയറിയില്ലോ, അപ്പോഴേക്കും വെള്ളം കുടിക്കലും സാധനങ്ങളൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും. അത്രയും ചൂടല്ലേ ഈ മെയ് മാസത്തിലെ ചൂട് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ചൂടിലല്ലേ നമ്മൾ നിക്കണേ. അപ്പോ വിമർശിക്കാതെ മാക്സിമം സഹകരിക്കുക. ഞാനൊരു തരത്തിലുള്ള കച്ചറയ്ക്കും പോവാത്ത ഒരാളാണ്. അപ്പോ നമ്മളെങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയണത് ഈ വീഡിയോ, ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ വീഡിയോ എടുത്തു വെച്ചിട്ടാ ഹോസ്പിറ്റലിലായിരുന്നപ്പോ, എങ്ങനെയാണ് അയാൾക്ക് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വീഡിയോ എടുക്കാൻ തോന്നണേ? ഞാൻ നിങ്ങളുടെ എല്ലാം ഉപദ്രവിച്ച ചേട്ടാ, ഞാൻ എൻ്റെ ആ സാഹചര്യം, ഞാൻ ആ സിറ്റുവേഷനിൽ നോർമലൈസ് ആയിപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അറിയില്ലല്ലോ, ഞാനത് ഓക്കെ ആയതിനു ശേഷമാണ് അത് എടുത്തത്. അല്ലാണ്ട് ഒരാള് whatever, അത് എത്ര പറഞ്ഞാലും കാര്യമില്ലാത്ത പോയിന്റ് അത് എനിക്കറിയാം. എന്നാലും ചുമ്മാ ഒരവസരം കിട്ടിയപ്പോൾ മുതലാക്കിയെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി തൃശ്ശൂർ പൂരത്തിന് നിങ്ങളെല്ലാവരും പോകുമ്പോൾ, എസ്പെഷ്യലി ഈ വയസ്സായവർ പോകുമ്പോൾ, കയ്യിൽ എന്തെങ്കിലും ഭക്ഷണമായി കരുതണം. ഒരു പഴമോ ആപ്പിളോ വോട്ടെവർ, ഓറഞ്ചോ വോട്ടെവർ, വെള്ളം കുപ്പി ഉണ്ടാവണം. ഇത്യാദി സാധനങ്ങൾ ഉണ്ടായിട്ടേ പോകാൻ പാടുള്ളൂ. അടുത്ത കൊല്ലം തൃശ്ശൂർ പൂരത്തിന് ഞാൻ കോർപ്പറേഷനോടും ഗവൺമെൻറ്റിനോടും പോലീസിനോടും പറയുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ എമർജൻസി വന്നു കഴിഞ്ഞാൽ കയ്യും കെട്ടി നിൽക്കരുത്. ആ സാഹചര്യത്തിൽ പോലീസുകാരൊരു 15 പേര് എൻ്റെ മുമ്പിൽ നിൽക്കണ്ടായിരുന്നു. ഒരൊറ്റ ആള് പോലും അനങ്ങിയ പോലും ഇല്ല. അവിടെ നമ്മൾ പറയില്ല, ഒന്ന് അനങ്ങിസ്റ്റ എന്ന് പറയില്ലേ, അനങ്ങിയ പോലും ഇല്ല. എന്താന്നറിയില്ല. ചിലപ്പോ വേറെ കാര്യം ഉണ്ട് കേട്ടാ, അവർക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവും, ഇത് ഇറ്റ്സ് ഓക്കെ, ഇത് മറ്റേ ചൂടടിച്ചിട്ട് കിളി പോയിട്ടുള്ളതാ, വേറെ ഒന്നും അവർക്ക് മനസ്സിലായിണ്ടാവും, അത് കാരണമായിരിക്കും. പക്ഷെ എന്നെ ആ സാഹചര്യത്തിൽ അവരാരും ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അവിടെ ആ എലിഫന്റ് സ്ക്വാഡിലെ 2 പയ്യന്മാരെ വോക്കി ടോക്കിയിൽ പറയണ്ടായിരുന്നെ, ശരത്തേട്ടൻ്റെ അമ്മ തലയേറ്റി വീണുണ്ട്, സ്ട്രെച്ചർ എത്രയും പെട്ടെന്ന് എത്തിക്കണം, എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് അവിടെ വോക്കി ടോക്കിയിൽ 2 പിള്ളേരെന്ന് പറയണ്ടായിരുന്നത് ഞാൻ കേട്ടു. പക്ഷെ സാധനം വന്നില്ല. അവര് പറഞ്ഞു, പക്ഷെ സാധനം വന്നില്ല. പിന്നെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് എങ്ങനെ വരും എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ്. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ എങ്ങനെ വരും അവിടം വരെ? പക്ഷെ അങ്ങനെ ഇവാക്യുവേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിന് നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടേ പറ്റൂ. ഇവാക്യുവേറ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ടാവണം. അത് എന്നെ പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അനിയനും അനിയത്തിക്കും ഒക്കെ ആവശ്യമായി സാധനം. അപ്പോൾ അടുത്ത പൂരത്തിന് ഇത്ര വലിയ ക്രൗഡും സാഹചര്യങ്ങളും വരുമ്പോൾ ഈ ഇവാക്യുവേഷൻ എന്നുള്ള സിസ്റ്റത്തെ നിങ്ങളെല്ലാവരും സെറ്റ് ചെയ്യണം കേട്ടാ. ദാറ്റ്സ് ഓൾ. വേറെ കൂടുതലൊന്നും പറയുന്നില്ല. എന്തെങ്കിലും മിസ്റ്റേക്കായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. പക്ഷെ എനിക്കുണ്ടായ ഒരു അനുഭവത്തെ നിങ്ങളുടെ കൂടെ ഒന്ന് പങ്കുവെച്ചാൽ, ഞാൻ 2 ദിവസമായി സ്റ്റോറീസും പൂരം സാധനങ്ങളും ഒന്നും ഇട്ടില്ല. ഒരു മൂഡ് പോയി മൊത്തത്തിൽ. ശരിയാവും, കുഴപ്പമില്ല, ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം, ദാറ്റ്സ് ഓൾ. പക്ഷെ ആ കയ്യിൽ ഇങ്ങനെ കിടക്കണ ഫ്രെയിമില്ലേ, അത് ഭയങ്കര സംഭവമായിട്ടത്. ഒന്നും ചെയ്യാൻ പറ്റാണ്ടേ, ഒരു ഹെൽപ്ലെസ് എന്ന് പറയില്ലേ. നമുക്ക് തൃശ്ശൂർ ടൗണാ, എൻ്റെ സിറ്റിയാ, എല്ലാം പറ്റണതാ എനിക്ക്. പക്ഷെ ആ എനിക്ക് പോലും അവിടെ ഒന്നും പറ്റിയില്ല. പക്ഷെ ആ ഡോറ് വടക്കുന്നാഥൊരു തുറന്നതല്ലേ മോനെ. ആ ഡോറ് എനിക്ക് വേണ്ടി തുറന്നതാ വടക്കുന്നാഥൻ.
അപ്പം അങ്ങനെയൊക്കെയാണ് പൂരവിശേഷങ്ങൾ. പൂരം സ്റ്റോറീസ് എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം ഇട്ടില്ല. പൂരം സ്റ്റോറീസ് എനിക്ക് ഓർമ്മയുണ്ട് 2-3 ദിവസം മുമ്പ് കുറേ പേര് ഇങ്ങനെ ടാഗ് ഇട്ടിരുന്നു, ആർക്കെങ്കിലും പൂരം കാണണമെങ്കിൽ ശരത്തേട്ടൻ്റെ സ്റ്റോറി എടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നും ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. ഞാനിവിടെ ഒരു വൃദ്ധസദനത്തിൽ വന്നൊക്കെയാണ്. ലൈക്ക് മദേഴ്സ് ഡേക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഭക്ഷണം കൊടുക്കലൊക്കെ പറ്റുമോ നോക്കട്ടെ, ഉള്ളിൽ പോയി ചോദിക്കണം. പണ്ടൊരു കൊറോണയ്ക്ക് മുമ്പ് വരെ ഞാൻ സ്ഥിരം എല്ലാ മാസവും വന്നിരുന്ന, കൊറോണയ്ക്ക് മുമ്പ് വരെ കേട്ടോ. കൊറോണയ്ക്ക് ശേഷം അവരിങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരും ഫുഡൊന്നും ആക്സെപ്റ്റ് ചെയ്യാണ്ടായി. അപ്പോൾ ഇപ്പോൾ ഒന്ന് പോയി ചോദിക്കാം, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഹാപ്പി പൂരം.